അർജുൻ സംസാരിക്കുന്ന കാര്യം കേട്ട് അവിടെയുള്ളവരെല്ലാം ഞെട്ടിത്തരിക്കുകയായിരുന്നു. വീട്ടിൽ അടുക്കള ജോലി ചെയ്യുന്ന തന്റെ ഭർത്താവ് PJ ഗ്രൂപ്പ് പോലെയുള്ള ഒരു വമ്പൻ കമ്പനിയുമായി തന്റെ കമ്പനിയെ മേർജ് ചെയ്യും എന്നൊക്കെ പറഞ്ഞത് പ്രയാഗയ്ക്ക് ഒട്ടും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അർജുൻ, സത്യത്തിൽ നീ ആരാ? ബ്രേക്കിംഗ് ന്യൂസ്. നിനക്കൊരു പ്രശ്നം വരുമ്പോ, നമ്മുടെ കമ്പനിക്കൊരു പ്രശ്നം വരുമ്പോ വേറെ ആരും കൂടെ നിന്നില്ലെങ്കിലും അർജുൻ നിന്റെ കൂടെ നിൽക്കും. അർജുന് നിന്നെ സഹായിക്കാൻ കഴിയും. എയർപോർട്ടിനകത്ത് കയറാൻ വേണ്ടി ധൃതിയിൽ ഓടി വരികയായിരുന്നു അർജുൻ. പക്ഷെ അവന്റെ വേഷവും രൂപവും കണ്ടപ്പോൾ തന്നെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്ന CISF സെക്യൂരിറ്റി ഗാർഡ് അവനെ അകത്തേക്ക് കയറ്റി വിട്ടില്ല. ഏയ്, എങ്ങോട്ടേ ഓടിക്കയറി പോകുന്നേ? സർ, അരമണിക്കൂറിനുള്ളിൽ US-ലേക്കുള്ള എന്റെ ഫ്ലൈറ്റ് പുറപ്പെടും. പ്ലീസ് സർ. അതൊന്നും പറ്റില്ല. ആദ്യം നിങ്ങൾ ടിക്കറ്റ് കാണിക്കേ. സർ, ടിക്കറ്റ് അകത്ത് എന്റെ മാനേജറുടെ കയ്യിലാണ് സർ. പ്ലീസ് സർ. ഏയ്, മനുഷ്യനെ മെനക്കെടുത്താതെ പോടാ പിച്ചക്കാരനുണ്ട്. ഇത് എയർപോർട്ടാ, അല്ലാതെ ബസ് സ്റ്റാൻഡ് അല്ല. സ്ഥലം വിടാൻ നോക്ക്. സർ, എന്റെ കൈവിട്. അരമണിക്കൂറിനുള്ളിൽ US-ലേക്കുള്ള എന്റെ ഫ്ലൈറ്റ് ആണ് സർ. പ്ലീസ് സർ, ടിക്കറ്റ് അകത്തുണ്ട് സർ. എടാ തെണ്ടി, നിന്റെ ഡ്രസ്സിൽ മൊത്തം അഴുക്കാ. പൊട്ടിയ ചെരുപ്പാ നിന്റെ കാലില്. എന്നിട്ട് നീ പറയുന്നു അരമണിക്കൂറിനുള്ളിൽ നിന്റെ ഫ്ലൈറ്റ് ആണെന്ന്. നീ എന്താ എയർപോർട്ടിന്റെ മുന്നിൽ വന്ന് നിന്ന് സ്വപ്നം കാണണോടാ പൊട്ടാ? വേഗം ഇവിടുന്ന് പോവാൻ നോക്ക്. പോ സർ, ഞാൻ നിങ്ങളോട് കെഞ്ചി പറയാ, എന്റെ ഫ്ലൈറ്റിന് സമയമായി. പ്ലീസ് സർ, പ്ലീസ് സർ. നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? പ്ലീസ് സർ, ഞാൻ സാറിനോട് റിക്വസ്റ്റ് ചെയ്യാം. ഇറങ്ങിപ്പോ. പോടാ. നിന്നെയൊക്കെ പിടിച്ചിട്ട് പോലീസിൽ ഏൽപ്പിക്കാ വേണ്ടത്. ഹലോ. പെട്ടെന്നായിരുന്നു നഗരത്തിലെ സമ്പന്ന കുടുംബത്തിലെ അംഗവും അർജുന്റെ ഭാര്യയുമായ പ്രയാഗ അവിടേക്ക് വന്നത്. അർജുനെ സെക്യൂരിറ്റി പിടിച്ചു തള്ളിയിടുന്നത് പ്രയാഗ ഞെട്ടലോടെ നോക്കി നിന്നു. അർജുനും പ്രയാഗയും പേരിന് മാത്രം ഭാര്യ ഭർത്താക്കന്മാരായി കഴിയുന്നവരായിരുന്നു അവർ. കാരണം അവരുടെ കല്യാണം പ്രയാഗയുടെ മുത്തശ്ശന്റെ നിർബന്ധം കൊണ്ട് മാത്രം നടന്നതായിരുന്നു. അതിനുശേഷം അർജുൻ പ്രയാഗയുടെ വീട്ടിൽ ഒരു വേലക്കാരനെ പോലെയും കാവൽക്കാരനെയും പോലെ മാത്രമായിരുന്നു ജീവിച്ചത്. മിസ്റ്റർ സെർവിൻ, നീ ഇവിടെ എന്ത് ചെയ്യാനാടാ വന്നത്? നിനക്കറിയില്ലേ, ഇന്നിവിടെ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു ഇൻവെസ്റ്റർ വരുന്നുണ്ടെന്നും അയാളെ വെൽക്കം ചെയ്യാൻ എനിക്കിവിടെ വരണമെന്നോ? എനിക്ക് നിന്റെ ഈ തമാശ കണ്ട് നിൽക്കാനൊന്നും സമയമില്ല. നീ ഇവിടെ എന്തിനു വന്നതായാലും ശരി, പെട്ടെന്ന് തന്നെ അത് ഉപേക്ഷിച്ച് ഇവിടെ നിന്ന് പോവാൻ നോക്ക്, ഇപ്പൊ തന്നെ. പ്രയാഗ, എനിക്ക് എമർജൻസി ആയിട്ട് അമേരിക്കയിൽ പോയേ പറ്റൂ. എന്റെ ടിക്കറ്റ് അകത്താണ്. എനിക്ക് അകത്ത് കടന്നേ പറ്റൂ. പ്ലീസ്, നീ എന്നെ എങ്ങനെയെങ്കിലും സഹായിക്കേ പ്ലീസ്. ഹൗ ഡെയർ യു! അനുവാദം ഇല്ലാതെ എന്റെ ദേഹത്തെ കൈവച്ച നീ വിവരം അറിയും. നീ അമേരിക്കയിൽ പോവാണല്ലേ? നീ എന്നോട് അമേരിക്കയുടെ സ്പെല്ലിംഗ് ഒന്ന് പറഞ്ഞേ. ഒരു തവണ എനിക്ക് വേണ്ടി ഒന്ന് പറ. നിനക്കൊക്കെ ആരാടാ അമേരിക്കയ്ക്കുള്ള ടിക്കറ്റ് തന്നത്? അർജുൻ സ്ട്രീറ്റിൽ തട്ടുകട നടത്തുന്ന ഒരു സാധാരണക്കാരനായിരുന്നു. അവന് അമേരിക്കയിൽ എന്താണ് കാര്യം? വാ മൂടി കെട്ടി ഓഫീസിലേക്ക് ചെട്ടെ. എന്നിട്ട് ഞാൻ കൊണ്ടുവരുന്ന ഇൻവെസ്റ്റേഴ്സിന് വേണ്ട ഭക്ഷണം തയ്യാറാക്കും. ഈ രാജ്യം വിട്ട് പോകുന്നത് പോയിട്ട് നിനക്ക് നിന്റെ വീടോ ഈ സിറ്റിയോ വിട്ട് പോകുന്നതിന് മുമ്പ് പോലും 100 തവണ ആലോചിക്കണം. 100 പേരോട് ഇരക്കണം. എന്തെങ്കിലും മണ്ടത്തരം കാണിച്ച ആൾക്കാരുടെ മുന്നിൽ എന്നെ അപമാനിക്കാനാണ് നിന്റെ പ്ലാനെങ്കിൽ ഞാൻ നിന്നെ വെറുതെ വിടില്ല, ഓർത്തോ? പ്ലീസ്. ഞാൻ നിന്നോട് അവസാനമായിട്ട് പറയാം. പ്രയാഗ, എനിക്ക് എമർജൻസി ആയിട്ട് പോവേണ്ടതുകൊണ്ടാ. പ്ലീസ് ഹെൽപ്പ് മീ. അപ്പോഴാണ് പ്രയാഗയുടെ ബിസിനസ് പാർട്ട്ണർ ഋഷി അവിടേക്ക് വന്നത്. എന്തിനാ ഈ പിച്ചക്കാരനോടൊക്കെ സംസാരിച്ച സമയം കളയുന്നത്? ഒരു 50 രൂപ കൊടുത്ത് പറഞ്ഞു വിടാൻ നോക്കുവിനേക്ക. സൂക്ഷിച്ച് സംസാരിക്കണം. ഇതെന്റെ ഭാര്യ, മനസ്സിലായോ നിനക്ക്? എന്ത്? ഇവനിതെന്താ ഈ പറയുന്നത്? ഇവൻ നിന്റെ ഹസ്ബൻഡ് ആണെന്ന്? ഋഷിയുടെ മുന്നിൽ വെച്ച് അർജുൻ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞതും പ്രയാഗ ഒന്ന് പരിങ്ങി. എന്നാൽ അധികം വൈകാതെ തന്നെ വളരെ കൂളായി പ്രയാഗ സംസാരിച്ചു തുടങ്ങി. കമോൺ ഋഷി, നീ എന്താ തമാശ പറയാണോ? നീ ഇവനൊന്ന് ശരിക്കും നോക്കിയേ, അവന്റെ ഡ്രസ്സ് നോക്കിയേ. എനിക്ക് ഇവന്റെ അടുത്ത് നിൽക്കാൻ തന്നെ അറപ്പാവുന്നു. പക്ഷെ ഇവൻ പറയുന്നത് ഞാൻ ഇവന്റെ ഭാര്യയാണെന്ന്. കുറച്ച് കാശിന് വേണ്ടി എന്നും വിളിച്ചു പറയുന്ന ഒരുത്തനാണെന്ന് തോന്നുന്നു. അതിനായിരിക്കും ഇവിടെ തന്നെ നിൽക്കുന്നത്. പക്ഷെ ഈ കോലത്തിലുള്ള ഒരുത്തന് ഒരിക്കലും എന്റെ ഭർത്താവാകാൻ കഴിയില്ല എന്നത് ഇവൻ ഇപ്പോഴും മനസ്സിലാക്കുന്നില്ലല്ലോ. അത് കേട്ടതും അർജുന്റെ മനസ്സിലേക്ക് ഓടി വന്നത് പ്രയാഗയെ ആദ്യമായി സിറ്റി ഹോസ്പിറ്റലിൽ നിന്നും കണ്ട നിമിഷമായിരുന്നു. തന്റെ അമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടി സിറ്റി ഹോസ്പിറ്റലിൽ വന്നതായിരുന്നു അർജുൻ. അപ്പോഴാണ് അവൻ അവളെ കണ്ടത്. ധനികയായ സുന്ദരിയായ ഒരു പെൺകുട്ടി. അവളെ കണ്ടാൽ തന്നെ ഒന്നിനും ഒരു കുറവില്ലെന്ന് മനസ്സിലാവും. എന്നിട്ടും അവൾ അവളുടെ വിലപ്പെട്ട സമയം കളഞ്ഞ് ദിവസവും അവിടെയുള്ള ക്യാൻസർ പേഷ്യൻസിനെ കാണാൻ വരുമായിരുന്നു. പ്രയാഗയെ അവന് നന്നേ ബോധിച്ചു. പ്രയാഗ അവിടെയുള്ള എല്ലാ പേഷ്യൻസിനും തന്റെ സ്നേഹവും കരുതലും വീതിച്ചു നൽകി. ഇത് കണ്ട അർജുന് അവളോട് എന്തെന്നില്ലാത്തൊരടുപ്പവും സ്നേഹവും തോന്നാൻ തുടങ്ങി. അവൻ ആ നിമിഷം തന്നെ അവളെ അവന്റെ മനസ്സിൽ പ്രതിഷ്ഠിച്ചു. പക്ഷെ അവൻ അറിയുന്നുണ്ടായിരുന്നില്ല അവൻ ആ സൗഭാഗ്യം യഥാർത്ഥത്തിൽ ലഭിക്കാൻ പോവുകയാണ് എന്നത്. കേട്ടില്ലടാ പട്ടി,
ഞാൻ നിന്നെ ഇവിടെ നിന്ന് അടിച്ച് പുറത്താക്കണ്ടെങ്കിൽ പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങി പോടാ തെണ്ടി. പ്രയാഗയിൽ നിന്നും നേരിടേണ്ടി വന്ന ദുരവസ്ഥയോർത്ത് അർജുൻ തന്റെ ഉള്ളിൽ കരയുകയായിരുന്നു. അർജുൻ അവിടെ നിന്നും പോകാമെന്ന് ആലോചിച്ച് എഴുന്നേൽക്കും. ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.